വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കുറേ നാളായി ഇപ്പോൾ വീഡിയോ ചെയ്തിട്ട്. സോ ഞാൻ വിചാരിച്ചു ഇന്നൊരു സൺഡേ ആണ്, ചുമ്മാ വ്ളോഗ് എടുക്കാമെന്ന്. പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ല, ജസ്റ്റ് പുറത്ത് പോകുന്നുണ്ട്, നമ്മൾ ലിവർപൂൾ പോകുന്നുണ്ട്. അപ്പം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണം. പിന്നെ ലിവർപൂളിൽ കുറേ സെയിൽ നടക്കുന്നുണ്ട് കുറേ ഷോപ്സിൽ. അപ്പോൾ ചുമ്മാ അതെല്ലാം ഒന്ന് പോയി നോക്കണം. വാങ്ങിക്കുന്നൊന്നും ഉറപ്പില്ല, ചുമ്മാ ഒന്ന് പോയി നോക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ പ്ലാൻസൊക്കെ. അപ്പോൾ ഞാൻ പറ്റുന്നൊക്കെ അത്രയും വീഡിയോ എടുക്കാം. അപ്പം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇവിടെ ഇപ്പോൾ സമ്മർ ആട്ടോ, പക്ഷെ രാവിലെ മുതൽ നല്ല കാറ്റും മഴ ആയിരുന്നുകൊണ്ട് തന്നെ പുറത്ത് നല്ല തണുപ്പാണ്. അപ്പോൾ ജസ്റ്റ് സമ്മർ ക്ലോസ് ഇട്ട് മാത്രം പുറത്തിറങ്ങാൻ പറ്റില്ല, എന്താണെങ്കിലും ഒരു ജാക്കറ്റ് നിർബന്ധമാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇവിടുന്ന് ഒരു 30-35 മിനിറ്റ്സ് ഉണ്ടാവും ലിവർപൂളിലേക്ക്. ആദ്യം നമുക്കൊരു ഫ്രണ്ടിനെ കാണാൻ പോവാം, പിന്നെ നേരെ ലിവർപൂളിൽ ഫുഡ് കഴിക്കാം. നമ്മൾ പിന്നെ വന്നത് ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാട്ടോ. ഇത് ലിവർപൂളിൽ തന്നെയുള്ള ഗ്രീൻ ചില്ലീസ് എന്ന് പറഞ്ഞൊരു കടയാണ്. ഇവിടുത്തെ മീൽസ് കൊള്ളാം. നാട്ടിലെ അത്രയും ഡിഫറെൻറ്റ് കറികളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല കറികളൊക്കെ ഉണ്ട്. ഒരു ഡീസൻറ്റ് മീലാണ്. ലാസ്റ്റ് ഒരു സേമിയ പായസോടെ കിട്ടും, അതോടെ കുടിച്ച് കഴിയുമ്പോൾ ആ മീൽ അങ്ങ് കംപ്ലീറ്റ് ആവും. ഇതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ആയിട്ടൊരു ചിക്കൻ ഫ്രൈഡ് ഓർഡർ ചെയ്തു. ചിക്കൻ ഫ്രൈയും കൊള്ളായിരുന്നു. അപ്പം ഇതിപ്പോൾ നമ്മുടെ ഒരു സ്ഥിരം പരിപാടിയായി മാറിയേക്കുവാണ്. എല്ലാ വീക്കെൻഡ്സിലും സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ഇവിടുന്ന് ഒരു മീൽ നമ്മളിപ്പോൾ നിർബന്ധമായിട്ട് കഴിച്ചിരിക്കും. മീൽസൊക്കെ കഴിച്ച് കുറച്ച് ഉറക്കം വരുന്ന പോലെ തോന്നിയെങ്കിലും നമുക്ക് ഇനിയും പ്ലാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഇറങ്ങി അവിടുന്ന്. ഇനി നമ്മൾ പോകുന്നത് ലിവർപൂൾ ഹൈ സ്ട്രീറ്റിലോട്ടാണ്. ലിവർപൂൾ ഹൈ സ്ട്രീറ്റിലാണ് ഈ പറയുന്ന ഷോപ്സ് എല്ലാം ഉള്ളത്. രാവിലെ ഫുള്ള് കാറ്റും മഴ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം ഫുള്ള് അങ്ങനെയാണെന്ന്. പക്ഷെ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലോണം സൺലൈറ്റ് ഒക്കെ വന്നു, നല്ല രസമുണ്ട് പുറത്തൂടെ നടക്കാൻ. ആകെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് സമയം വളരെ കുറവാണ്. ഒരു 1 അവർ ഉണ്ടാകും. കാരണം ഒരു 5 o'clock ഒക്കെ ആകുമ്പം അവിടുത്തെ എല്ലാ ഷോപ്സും അടയ്ക്കും. കാരണം ഇന്ന് സൺഡേ ആണ്. അപ്പം നമുക്ക് നമ്മുടെ ഷോപ്പിംഗ് ഭയങ്കര ഫാസ്റ്റ് ആക്കണം. എല്ലാ ഐറ്റംസും നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സസിനാണെങ്കിലും ട്രൗസേഴ്സിനാണെങ്കിലും ജീൻസ് ടോപ്പ് അങ്ങനെ എല്ലാത്തിനും ഒറിജിനൽ പ്രൈസിൻ്റെ 50%, 70% ഒക്കെ ഓഫ് ഉണ്ടായിരുന്നു. ഈ ബ്ലൂ ഡ്രസ്സ് എനിക്ക് ഇഷ്ടമായി കേട്ടോ, അതുകൊണ്ട് ട്രയൽ ചെയ്യാൻ വേണ്ടി ഞാനത് എടുത്തു. പിന്നെ ഈ കിടക്കുന്ന ഡ്രസ്സെല്ലാം ഡിസ്കൗണ്ടഡ് റേറ്റിൽ വരുന്നതാണ്. കുറച്ച് സമയം എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കിട്ടും. പിന്നെ ഈ റെഡ് ഡ്രസ്സ് എനിക്ക് ഇഷ്ടമായി, പക്ഷെ അതിൻ്റെ സൈസ് അവൈലബിൾ ആയിരുന്നില്ല. ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ മുന്നിൽ സമയമില്ലെന്നായിരുന്നു. പക്ഷെ എന്നാലും നോക്കി വന്നപ്പോൾ എനിക്ക് കുറച്ചധികം സാധനങ്ങൾ ഇഷ്ടപ്പെട്ടു. അതെല്ലാം എടുത്ത് ഞാൻ ട്രയൽ ചെയ്യാൻ വേണ്ടി കയറി. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ട്രയൽ റൂം പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്തു. അതുകൊണ്ട് പകുതി സാധനങ്ങളും എനിക്ക് ട്രയൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും 5 o'clock ആയതുകൊണ്ട് എല്ലാ ഷോപ്സും അടച്ചു. ഇവിടെ കറക്റ്റ് ടൈമിംഗ് ആട്ടോ. 5-ന് അടയ്ക്കും എന്ന് പറഞ്ഞാൽ 5-ന് അടച്ചിരിക്കും. അത് സൺഡേസിൽ മാത്രം. ബാക്കി വീക്ക് ഡേയ്സിലൊക്കെ 8 o'clock അടയ്ക്കും. ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ ഇവരെ കഴിഞ്ഞുള്ളൂ ബാക്കി എല്ലാവരും. പിന്നെ ലിവർപൂൾ ഹൈ സ്ട്രീറ്റിൽ സെഫോറ ഈയിടെ സ്റ്റാർട്ട് ചെയ്താട്ടോ. ഇത് പുതിയതാണ്, നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ആകെ അവിടെ ഓപ്പൺ ആയിട്ടുള്ള ഷോപ്സ് സ്റ്റാർബക്സ്, കോസ്റ്റ കോഫി ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എന്താണെങ്കിലും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, ഒരു കോഫിയും കൂടെ കുടിച്ച് ഇന്നത്തെ ദിവസം എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു കാരമൽ ലാറ്റയും ആൽബി ഒരു ഹോട്ട് ചോക്ലേറ്റും ഓർഡർ ചെയ്തു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.